ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. ഇന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി ടെൻഡർ കോക്കനട്ട് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോവും, അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ് റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കരിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കരിക്കിൻ്റെ വെള്ളം ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കരിക്കിൻ്റെ വെള്ളം അളന്ന് നോക്കിയപ്പോൾ ഏകദേശം ഒരു 1.25 കപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഓരോ കരിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും വ്യത്യാസം ഉണ്ടാവും. ചൈന ഗ്രാസിൻ്റെ പൗഡറാണ് അഗർ. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇത് വെജാണ്, അപ്പോൾ ജെലാറ്റിൻ യൂസ് ചെയ്യാത്തവർക്കും ഇത് യൂസ് ചെയ്യാം. കരിക്കിൻ്റെ വെള്ളം ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കരിക്കിൻ്റെ വെള്ളത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരുന്നവർ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായതിനു ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ചൈന ഗ്രാസ് പൗഡർ അഗർ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കട്ട പിടിക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ചൈന ഗ്രാസിൻ്റെ സ്റ്റിക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 5 to 7 ഗ്രാം വരെ എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് അരിച്ചിട്ട് കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കരിക്കിൻ്റെ വെള്ളം കണ്ടോ, ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ തണുത്തതിന് ശേഷം അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കുക. അപ്പോൾ തന്നെ ഇതൊന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കരിക്ക് ഞാൻ ഇങ്ങനെ അടർത്തി എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് ഉണ്ടാവും. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ പേസ്റ്റായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് പാലിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 1/2 ലിറ്റർ പാൽ ഏകദേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കരിക്കിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മധുരം നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഏകദേശം ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ അഗർ പൗഡർ ഉണ്ടല്ലോ, ചൈന ഗ്രാസ് പൗഡർ, അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചൈന ഗ്രാസ് പൗഡറൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായിട്ട് വരുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തിളച്ചിട്ട് കുറച്ചൊന്ന് കട്ടിയായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒന്ന് തണുക്കാൻ വേണ്ടി റെസ്റ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു പരിവമാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കരിക്കിൻ്റെ വെള്ളം, അതൊന്ന് സെറ്റായതിന് ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറിയ പീസസ് ആയിട്ട്. ഇത് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഗ്ലാസ് പീസസ് പോലെയില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ചൈന ഗ്രാസ് പൗഡർ എടുക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചൈന ഗ്രാസ് പൗഡർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ കുറച്ച് ഹാർഡായി പോകും. അപ്പോൾ കടിക്കാൻ വേണ്ടി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഗ്ലാസ് പീസസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആക്കി വെച്ചിട്ടുള്ള കരിക്കുണ്ടല്ലോ, കരിക്കിൻ്റെ ആ മിക്സ് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിനുശേഷമാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ബാക്കിയുള്ള പീസസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു 7 to 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ടാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒരു ഓവർനൈറ്റ് മൊത്തം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് വിരിയിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് റെസിപ്പി കൂടിയാണ്. ഇതിനുണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു പുഡിംഗ് ആണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ചെയ്ത് അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ, താങ്ക് യു.